അസ്സലാമലൈക്കും. ജാസ് ഫാം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പച്ചക്കറി കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ്. ജൈവ കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾ സാധാരണയായിട്ട് ചെയ്തു വരുന്നത് പടവലം, കുമ്പളം, മത്തൻ, തക്കാളി, പച്ചമുളക്, കൈപ്പക്ക ഇതെല്ലാം ഞാൻ കൃഷി ചെയ്യാറുണ്ട്. ജൈവ കൃഷിയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് പയർ കൃഷിയെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ പയർ കൃഷി ചെയ്യുന്ന സ്ഥലം ആദ്യം ഈ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നത് പുല്ലൊക്കെ ചെത്തി നന്നായി ഉഴുത് മറിച്ചതിന് ശേഷം നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കും. കുമ്മായം ഇട്ടതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിവളമായിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കും. അത് വേപ്പിൻ പിണ്ണാക്കും, എല്ലും പൊടി, പിന്നെ ചാണാപ്പൊടിയാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ചാണാപ്പൊടി ഇല്ലാത്തവർക്ക് കോഴിക്കാഷ്ടം ചേർക്കാം, പിന്നെ ആട്ടുംകാട്ടം ചേർക്കാം. പക്ഷെ ഞങ്ങളിവിടെ ചാണാണ് ഞങ്ങൾക്ക് അധികം കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ചാണാപ്പൊടിയും കോഴിക്കാഷ്ടവും ഞങ്ങളിത് ചേർക്കാറുണ്ട്. അത് ഞങ്ങൾ അടിവളമായിട്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കും. ഇനി പയർ ചെടി എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രേ എടുത്ത് നമ്മൾ അതിലേക്ക് ഇളക്കമുള്ള മണ്ണിട്ടിട്ടാണ്, അതിൽ വളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ ആ വിത്ത് അതിൽ നടുന്നത്. അവിടുന്ന് ഒരു 2-3 ദിവസം താഴെ തന്നെ ഈ പയർ മുള വരും, അത് തയ്യാവും. പിന്നെ 4 ഇല വിരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഉഴുത് മറിച്ച് അടിവളമൊക്കെ ഇട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഈ പയർ ചെടി നടുന്നത്. പയറിൻ്റെ വിത്ത് നട്ടതിന് ശേഷം നമ്മൾ തണലുള്ള സ്ഥലത്താണ് നമ്മളിത് ട്രൈ വെക്കേണ്ടത്. അത് 2 നേരം വെള്ളം വല്ലാണ്ട് ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ഇന്ന് ചാറി കൊടുക്കാനേ പാടുള്ളൂ. അങ്ങനെ 2 നേരം രാവിലെയും വൈകിട്ടൊന്ന് ചെറുതായി അത് നനഞ്ഞൊരു രൂപത്തിലാക്കാനേ പാടുള്ളൂ. അപ്പോൾ തന്നെ അത് 2 നേരം അയച്ചാൽ തന്നെ അത് മുള വരും. പറിച്ച് നട്ടതിന് ശേഷം ഒരു 4ൻ്റെ അന്ന് നമുക്ക് പുളിപ്പില്ലാത്ത വെണ്ണീർ ഇട്ട് കൊടുക്കാം. അത് ഈ പുല്ല് ചെത്തിയിട്ട് നമ്മൾ കത്തിച്ച വെണ്ണൂറോ അതല്ലെങ്കിൽ ചമ്മലൊക്കെ കത്തിച്ച വെണ്ണൂറോ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കടപ്പൊക്കെ തട്ടാണ്ട് കുറച്ച് വട്ടത്തിലായി ഇട്ട് കൊടുത്ത് നമ്മൾ മണ്ണോണ്ട് മൂടിയിടുകയാണ്. അല്ലാണ്ട് അടുപ്പിൽ വെച്ച വിറക് വെച്ച് കത്തിച്ച വെണ്ണൂറൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല, അത് കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ പറമ്പിൽ നിന്ന് തന്നെ പുല്ല് ചെത്തി ഒരു കൂട്ടത്തിലിട്ടിട്ട് ആക്കി തന്നെ ഇത് വെണ്ണീർ ഇട്ട് കൊടുക്കാകുമ്പോഴത്തേനും ആ പുല്ലൊക്കെ ഉണങ്ങി നമുക്ക് അത് കത്തിച്ചാൽ തന്നെ നല്ല വെണ്ണീർ കിട്ടും. ഈ പയറിന് ഇട്ട് കൊടുക്കുന്ന വെണ്ണീർ ഒരിക്കലും നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത വെണ്ണീർ ഇട്ട് കൊടുക്കാൻ പാടില്ല, വിറക് വെച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിന്നെ ഈ ചപ്പും ചമ്മലൊക്കെ വീണ വെണ്ണീർ, ഇല കത്തിച്ച വെണ്ണീർ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 3-4 ദിവസം കഴിഞ്ഞാൽ ഇത് ഒരു പടരാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും ഈ പയറും തൈ. അപ്പോൾ നമ്മൾ സപ്പോർട്ടിനായിട്ട് ഒരു വടി വെച്ച് കൊടുക്കണം. അതിന് ശേഷം മുകളിലൊരു കയറ് കെട്ടി നമ്മളൊരു പന്തലിട്ട് കൊടുക്കുക. സൗകര്യത്തിന് വല കെട്ടി കൊടുത്താലും സൗകര്യമാണ്. അതിൻ്റെ അടിയിലേക്കൊക്കെ പയർ പൊട്ടിക്കാനും ഒക്കെ നമുക്ക് സൗകര്യമാണ് വല ഉയർത്തി കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ വെച്ചാൽ ഇത് പൂവും കായ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലാണ് കീടനാശിനി നന്നായി നമ്മൾ ഈ കീടങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന കീടനാശിനി വെച്ചാൽ പുകയില കഷായമാണ്. പുകയിലയും സോപ്പും കൂടി ഉണ്ടായ ഒരു ലായനിയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. അത് ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നന്നായി ഇലയൊക്കെ വന്ന് പൂവൊക്കെ ആവാനാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇല തിങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ഇലയൊക്കെ നന്നായി പയറിൻ്റെ ഇല
പിന്നെ പയറിൻ്റെ ഇല കളയേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അത് ഒരുപാട് ഗുണമുള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് തോരൻ വെക്കാം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ വളമായിട്ട് തന്നെ അതിൻ്റെ കടക്കിലിട്ടിട്ട് ഇതാക്കി ചീഞ്ഞാൽ തന്നെ ഒരുപാട് വളം ഉണ്ടാവും. പിന്നെ കോഴികളൊക്കെ ഉള്ള വീടുകളാണെന്ന് വെച്ചെങ്കിൽ അത് കോഴികൾക്കൊക്കെ അരിഞ്ഞിട്ടിട്ടും കൊടുക്കാം. അപ്പോൾ അതിനും ഒന്നും നമുക്ക് നാശമായി പോണതല്ല. പക്ഷെ നന്നായി നുള്ളി കൊടുത്താലാണ് നന്നായി പൂവും കായും ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതിന് നന്നായി പൂവും കായൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ഇതും കൂടി അടിച്ചു കൊടുക്കാറുണ്ട്, മത്തി കഷായം. അത് നന്നായി പൂവും കായൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മത്തി കഷായം ചെയ്താൽ തയ്യാറാക്കുന്നത് 1 കിലോ മത്തിയും 1 കിലോ ശർക്കരയും കൂടിയിട്ട് നനവില്ലാത്തൊരു ബോട്ടിലിൽ ആക്കി വെക്കുക. എന്നിട്ട് അത് നന്നായി എയർ കിടക്കാതെ അതിൻ്റെ ടോപ്പ് ഇട്ട് നമുക്ക് ഒരു 10 ദിവസം നമ്മൾ അത് അനക്കാണ്ട് വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മത്തി കഷായം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബോട്ടിലേക്ക് ഇടുമ്പോൾ മത്തിയും ശർക്കരയും ചെറിയ പീസാക്കി വേണം നമ്മൾ ബോട്ടിലേക്ക് ഇടാൻ. ബോട്ടിലിൽ ഒരിക്കലും നനവുണ്ടാവാൻ പാടില്ല. അതിന് ശേഷം എന്നിട്ട് അതിൻ്റെ ടോപ്പ് നന്നായി ടൈറ്റാക്കി അടച്ചതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കുലുക്കി കൊടുക്കുക. പിറ്റത്തെ 10 ദിവസം കഴിഞ്ഞ് അങ്ങനെ 20ൻ്റെ അന്ന് നമുക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാം. അതിൻ്റെ തെളി എടുത്തിട്ട് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഒരു 3 സ്പൂണ് അപ്പോൾ എടുത്തിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ പയറിന് മാത്രമല്ല എല്ലാ പച്ചക്കറികൾക്കും അത് ആഴ്ചയിൽ ഒരിക്കൽ 2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നന്നായി പൂവും കായൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ മത്തി കഷായമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഒരുപാട് നന്നായിട്ട് പൂവും കായൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാ വളങ്ങളും പറഞ്ഞു. പിന്നെ അധികം വളത്തിൻ്റെ ഇടയിലിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ഒരുവിധം കൃഷികൾക്കൊക്കെ ഈ രീതി തന്നെയാണ്. പയർ നന്നായി ഉണ്ടാവും. എല്ലാ പച്ചക്കറി ഏത് ഐറ്റംസ് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക. ആദ്യം അടിവളമിടും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇതിന് വീട്ടിലേക്ക് തന്നെ ഒരുപാട് പേര് ഇത് വാങ്ങിക്കാൻ വരും. ഞങ്ങൾ കച്ചവടം ചെയ്യാറുണ്ട്, ചീരയായിട്ടും. അതുപോലെ തന്നെ കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. ഇത് വിൽക്കാനും ഒക്കെ അവരെ കസ്റ്റഡിയിൽ തന്നെ ഞങ്ങൾക്ക് ഇത് ഒരുപാട് വിൽപ്പന വരാറുണ്ട്. ചീര ആയാലും എല്ലാതും ഞങ്ങൾക്ക് ഒരുപാട് ഡിമാൻഡാണ് ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായി ഒരുവിധമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളെ വീട്ടിലേക്കായാലും പിന്നെ അടുത്തുള്ളവരായാലും ഞങ്ങൾക്കത് തേയാണ്ടാണ് വരാറ്. അപ്പോൾ ജൈവ കൃഷി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഡിമാൻഡും. ഞങ്ങളെല്ലാം ഒരു ഇംഗ്ലീഷ് വളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകളോ ഒന്നും ഞങ്ങൾ ഇതിൽ ഉപയോഗിക്കാറില്ല. ഫുള്ള് ഞങ്ങൾ ചാണകമായിട്ടും മറ്റുള്ള ഈ മരുന്നുകളൊക്കെ അടിക്കാറുള്ളൂ. അല്ലാണ്ട് ഇംഗ്ലീഷ് മരുന്നുകളും കാര്യങ്ങളും ഒന്നും ഞങ്ങളിത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാധാരണ വിലയിലും കൂടുതലായിട്ട് കിട്ടും ചെയ്യും. നന്നായി കച്ചവടം ഉണ്ടാവും ചെയ്യും. പിന്നെ ഇതിന് ഞങ്ങൾ വീട്ടിലെല്ലാവരും മക്കളായാലും മരുക്കളായാലും എല്ലാവരും സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭംഗിയായി കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ അടുത്ത് വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.